ഹലോ. അപ്പോൾ എല്ലാ തവണയും ചേച്ചി നാട്ടിൽ വന്നു കഴിഞ്ഞാൽ നമ്മളെല്ലാവരും കൂടെ കൊച്ചിയിൽ പോയിട്ട് തല കാണിക്കില്ല, അത് പതിവാണ്. അപ്പോൾ ഇത്തവണ നമ്മൾ പതിവൊന്നും തെറ്റിച്ചില്ല. പക്ഷേ എൻ്റെ ഹസ്ബൻഡും പപ്പി ഇത്തവണ ഉണ്ടായിരുന്നില്ല കേട്ടോ. പിന്നെ നമ്മൾ ചെറുതിൻ്റെ വെക്കേഷൻ ടൈം കൂടെ നോക്കിയിട്ടാണ് നമ്മൾ പോയത്. വെക്കേഷൻ ടൈം ആയതുകൊണ്ട് തന്നെ നല്ല കട്ട ബ്ലോക്കായിരുന്നു, അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു. ഈ ബ്ലോക്കൊക്കെ കഴിഞ്ഞ് നമ്മൾ കൊച്ചിയിലെത്തിയപ്പോഴേക്കും ഉച്ച കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ നമ്മൾ ഓൾറെഡി വീട്ടിൽ നിന്ന് പ്ലാൻഡ് ആയിരുന്നു ലിറ്റിൽ സോയ് എന്ന് പറഞ്ഞാൽ ഈ റെസ്റ്റോറൻറ്റിൽ നിന്ന് ഫുഡ് കഴിക്കാമെന്ന്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ പനമ്പള്ളി നഗറിലെ ഈ റെസ്റ്റോറൻറ്റിൽ എത്തിയപ്പോഴേക്കും ഒരു നേരമായി 2:30 കഴിഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ എല്ലാവർക്കും നല്ല വിശപ്പുണ്ടായിരുന്നു. പിന്നെ ഈ റെസ്റ്റോറൻറ്റ് അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു ഏഷ്യൻ ക്വസീൻ റെസ്റ്റോറൻ്റ് ആണ്. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്ത് വെയിറ്റ് ചെയ്തിരിക്കുന്ന ടൈമിൽ ഒരു ഫ്രൈംസ് നമുക്ക് ഫ്രീ ആയിട്ട് കൊണ്ടുവന്ന് തന്നു. അതൊക്കെ നല്ല തട്ടി അങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുമ്പോഴേക്കും നമ്മുടെ ഫുഡ് ഓരോന്നോരോന്നായിട്ട് വന്നു. അപ്പോൾ ഞാനൊരു പാഡ് തായ് ആയിട്ട് ഓർഡർ ചെയ്ത് അങ്ങനെ എല്ലാവരും അവരവർക്ക് ഇഷ്ടമുള്ള എന്തൊക്കെയോ ഓർഡർ ചെയ്തു. ഇതൊരു ഏഷ്യൻ ക്വസീനാണ്. ഇതിൻ്റെ തൊട്ടപ്പുറത്ത് ഇന്ത്യനും വരുന്നുണ്ട്. പിന്നെ എല്ലാവർക്കും നല്ല വിശപ്പുള്ളതുകൊണ്ടാണോ എന്നറിയില്ല, ഫുഡൊന്നും വേസ്റ്റ് ആയിട്ടില്ല. അതുപോലെ നല്ല തട്ടും എല്ലാവരും തട്ടിയിട്ടുണ്ട്. അങ്ങനെ നമ്മളത് കഴിഞ്ഞിട്ട് എനിക്കൊരു മൊബൈൽ കവറും ടാബിനൊരു കവറും വാങ്ങാണ്ടായിരുന്നു. പിന്നെ ചേട്ടനും ഒരു മൊബൈൽ കവർ വാങ്ങാണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് റീസണബിൾ പ്രൈസിൽ നിന്ന് ഇവിടെ കിട്ടുന്നതുകൊണ്ട് നമ്മൾ അവിടെ പോയി. പക്ഷേ അവിടെ പാർക്ക് ചെയ്യാൻ എവിടെയും സ്ഥലമില്ല. കുറേ നേരം പാർക്കിങ്ങിന് വേണ്ടി മാത്രമായിട്ട് പോയി. വെക്കേഷൻ ആയതുകൊണ്ടായിരിക്കണം എല്ലായിടത്തും ഫുൾ പാർക്കിംഗ് ആണ്. അതുകൊണ്ട് നമുക്കങ്ങനെ കിട്ടിയില്ല, കുറേ ടൈം എടുത്തിട്ടാണ് കിട്ടിയത്. അതിന് ശേഷം നമ്മൾ ലുലു മോളിൽ പോയി. എന്തൊരു രസമല്ല അവിടുത്തെ ഡെക്കറേഷൻസ് കാണാനായിട്ട്, ക്രിസ്മസ് പ്രമാണിച്ചുള്ള ഡെക്കറേഷൻസാണ്. പക്ഷേ അടിപൊളിയായിരുന്നു. അതിന് ശേഷം എൻ്റെ ബർത്ത്ഡേക്ക് എൻ്റെ ഹസ്ബൻഡ് എനിക്കൊരു വാച്ച് ഗിഫ്റ്റ് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആക്ച്വലി എന്ത് ഗിഫ്റ്റ് വേണ്ടെന്ന് ചോദിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കൊരു വാച്ച് മതിയെന്ന്. അങ്ങനെ നമ്മൾ ഓൺലൈനിലൊക്കെ നോക്കി. പിന്നെ എനിക്കിങ്ങനെ കയ്യിൽ വെച്ച് നോക്കാണ്ട് ഇങ്ങനെയാണ് വാങ്ങുക എന്ന് വിചാരിച്ച് ഓൺലൈനിൽ നിന്ന് വാങ്ങിയില്ല. ഞാൻ പിന്നെ ചെറിയ ഡയലാണ് നോക്കുന്നത്. അപ്പോൾ ഇവിടെ ഒരുപാട് നല്ല കളക്ഷൻസ് ഉണ്ട്, നല്ല വാച്ചുകളും ഉണ്ട്. പക്ഷേ എൻ്റെ കൈക്ക് വെച്ചിട്ട് എനിക്ക് അത്ര വൃത്തി തോന്നാത്തതുകൊണ്ട് അൺഫോർച്ചുനേറ്റ്ലി ഞാനൊന്നും വാങ്ങിയില്ല. അപ്പോഴേക്കും സമയം 6 മണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ലൈറ്റായിട്ട് ചായയും ഫ്രൈസൊക്കെ കഴിച്ചു. അതിന് ശേഷം എന്താ ലുലുവിലെ ഹൈപ്പർ മാർക്കറ്റിൽ പോയി. നമ്മൾ ലുലുവിൽ എപ്പോൾ വന്നാലും ഹൈപ്പർ മാർക്കറ്റിൽ കയറാറുണ്ട്. അവിടെയും നല്ല തിരക്കാട്ടോ. പിന്നെ അതിൻ്റെ ഉള്ളിൽ വീഡിയോസ് അലൗഡ് അല്ല. അപ്പോൾ നമുക്ക് ആവശ്യമുള്ള കുറച്ച് സാധനങ്ങൾ വാങ്ങി നമ്മൾ അവിടെ നിന്ന് പോകുന്നു. അങ്ങനെ തിരികെ വരുന്ന സമയത്ത് ഇതുപോലെ തന്നെ നല്ല കട്ട ബ്ലോക്ക് കിട്ടിയായിരുന്നു. അങ്ങനെ ഇതൊക്കെ കഴിഞ്ഞ് നമ്മൾ ചാലക്കുടിയിലുള്ള ഈ ഒരു റെസ്റ്റോറൻറ്റിൽ നിന്ന് കേട്ടോ ഫുഡ് കഴിച്ച്. എന്താ പറയുക, ഒരു നല്ലൊരു എസ്തെറ്റിക് റെസ്റ്റോറൻ്റായിട്ട് തോന്നി, അടിപൊളിയായിരുന്നു. പിന്നെ എന്താ പറയുക, ഈ ടിബറ്റൻ തെറാപ്പി പോലത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ഇങ്ങനെ കൊട്ടുമ്പോൾ നല്ല നോയ്സ് അങ്ങനെയൊക്കെ ആയിട്ട്. പിന്നെ നമ്മുടെ ഈ ഒരു 1 ഡേയിൽ കൊച്ചി യാത്ര എന്ന് പറഞ്ഞെങ്കിലും ഒരു ദിവസം മൊത്തം ബ്ലോക്കിലാണ് നമ്മുടെ ഫുൾ ഡേ പോയി കിട്ടിയത്. വെക്കേഷൻ ടൈമായി ഇതുകൊണ്ടായിരിക്കണം. പക്ഷെ നമുക്ക് ഒഴിവുള്ള ടൈം നോക്കിയിട്ടാണല്ലോ പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കൊച്ചി വിശേഷങ്ങൾ. ബാക്കി വിശേഷങ്ങളായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ അതുവരേക്കും സ്റ്റേ ട്യൂൺ. ടാറ്റാ.